ടാറ്റ മോട്ടോഴ്സ് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം ഈ ഒരു വർഷത്തിൽ അവർക്ക് ഒരുപാട് ലോഞ്ച് ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കുണ്ടായ ഒരു 2 കാര്യങ്ങൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, അൾട്രോസ് 1,00,000 യൂണിറ്റ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ രാജ്യത്ത് ആദ്യമായിട്ട് EV 10,000 യൂണിറ്റ് വിറ്റെന്നുള്ള ഒരു പദവി കൂടി ടാറ്റ മോട്ടോഴ്സിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നെക്സോൺ EVയെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് മുമ്പേ ഇറങ്ങിയ വണ്ടിയാണ്, പക്ഷേ നമുക്ക് കൈ കിട്ടാൻ കുറച്ച് വൈകി. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡ്രൈവിങ്ങിലായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് കിടക്കുന്നു നമ്മുടെ നെക്സോൺ EV. വണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ കുറച്ച് കാലമായി. നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. കാരണം വണ്ടിയുടെ അവൈലബിലിറ്റി ആണ് വലിയൊരു പ്രശ്നം നമുക്കുണ്ടായിരുന്നത്. എന്തായാലും വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ തന്നെ കിട്ടി. നെക്സോണിന് EVക്ക് പൊതുവെ 3 കളറാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു കളറ്, പിന്നെ ഒരു വൈറ്റും, പിന്നെ ഒരു ഗ്രേ കളറും. എല്ലാ കളറിലും നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അതാണ് നെക്സോൺ EVയുടെ ഒരു പ്രത്യേകത. ഈ ഒരു ബ്ലൂ ട്രീറ്റ്മെൻറ്റാണ് EV എന്നുള്ളതിന് ഇതിനൊന്ന് വേറിട്ട് നിർത്തുന്നത്. പിന്നെ ഒരു EV എന്നുള്ളൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. പൊതുവേ നെക്സോണിൻ്റെ അതേ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അവിടെ ആയിട്ടുള്ളൊരു എലമെൻറ്റ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കാണാം. ഇതിപ്പോൾ ഒരു നെക്സോൺ EV എലമെൻ്റാണ്. പിന്നെ ട്രൈയാരോ ഡിസൈനിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലൂ എലമെൻറ്റ് നെക്സോൺ EVയുടേതാണ്. പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫ്രണ്ടിൽ ഏരിയയിലൊന്നും ഇല്ല. പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഞാൻ പിന്നെ കാര്യമായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളിലേക്കൊന്നും വിശദീകരിച്ചൊന്നും കിടക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു നെക്സോൺ ഡാർക്ക് എഡിഷൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. ഇതിൽ അലോയ് വീൽ വന്നിരിക്കുന്നത് നെക്സോൺ സാധാ മോഡലിനേക്കാളും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്. പക്ഷേ ഈ ഒരു അലോയ് വീല് സാധാ നോർമൽ നെക്സോണിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 16 ഇഞ്ച് വീലാണ്. സസ്പെൻഷനെ നിങ്ങൾക്ക് കാണാം. റിയറിലേക്ക് വരികയാണെങ്കിൽ ഡ്രമ്മാണ്, ഡിസ്ക് ബ്രേക്ക് ഇല്ല. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും. ഇനി ഇതിൻ്റെ റിയർ സൈഡിലേക്ക് വന്നാൽ നെക്സോണിൻ്റെ അതേ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും EVയുടേതായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഈ കാണുന്ന ഒരു ബ്ലൂ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ സിപ്ട്രോൺ എന്നൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. സിപ്ട്രോൺ എന്നാണ് ഈ ഒരു ടെക്നോളജിയുടെ പേര്. അതായത് ഇലക്ട്രിക് ടെക്നോളജിയുടെ പേര് ടാറ്റയുടെ സിപ്ട്രോൺ എന്നാണ്. നെക്സോൺ എന്നുള്ളൊരു വലിയ ബാഡ്ജിങ് ഉണ്ട്. EV എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ വേരിയൻറ്റ് ബാഡ്ജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ ഒരു റിഫ്ലക്ടറിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് EVയുടെ ഒരു എലമെൻറ്റ് കാണാം. പിന്നെ പാർക്കിംഗ് സെൻസറുകൾ ബാക്കിൽ. മറ്റുള്ള കാര്യങ്ങളൊന്നും നെക്സോണായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും EV ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കാൻ ഈ ഒരു ബ്ലൂ ട്രീറ്റ്മെൻറ്റ് തന്നെ ധാരാളമാണ്. ഇത് തന്നെയാണ് നെക്സോണായിട്ട് നെക്സോൺ EV വേറിട്ട് നിർത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. നെക്സോണിൻ്റെ ആ ഒരു സെയിം ബൂട്ട് സ്പേസ് ഒക്കെ തന്നെയാണെങ്കിലും 350 സംതിങ് ലിറ്റർ എന്തോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് മറന്നുപോയി, ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് നെക്സോൺ EVയുടെ ആ ഒരു ചാർജിങ് പ്ലഗ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? താഴെ സ്പെയർ വീല് വന്നിട്ടുണ്ട്. സ്പേസ് സേവർ അല്ല, ഫുൾ സൈസ് സ്പെയർ വീലാണ്. ഇവിടെ ടയർ മൊബിലിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു പഞ്ചർ കിറ്റ് പോലത്തെ എന്തോ ആയിരിക്കണം. 2 ഹുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിൽ തൂക്കിയിടാം. ഒരു സോളിഡായിട്ടുള്ളൊരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബൂട്ട് അടയ്ക്കാം, എന്നിട്ട് അകത്തേക്ക് കയറാം. റിയർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ കാറിലും കാണുന്ന പോലെ ആ ഒരു ട്രൈയാരോ ഡിസൈൻ ഇതിലും കാണാം. 2 ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, ആംറസ്റ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നെക്സോണുമായിട്ട് സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് കുറച്ച് ചെറുതായിട്ട് ഒന്ന് അപ്പായിരിക്കും നെക്സോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതിൻ്റെ താഴെയാണ്, പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക് വരുന്നത്. ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ടൈപ്പാണ്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണിത്. നല്ലൊരു ഫിനിഷിംഗ് ആണ്. അതിൽ ട്രൈയാരോൻ്റെ ടാറ്റൻ്റെ ഡിസൈനൊക്കെ കാണാം. ഒരു അടിപൊളിയായിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ഒരു ക്രോം പ്ലേറ്റഡ് ആണ്. പിന്നെ ഒരു വലിയ ഹാൻഡിലുണ്ട് പിടിച്ചടയ്ക്കാനുള്ളത്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വ്യൂ ഉണ്ടില്ലേ, ആ ഒരു ബ്ലൂ എലമെൻ്റൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നെക്സോൺ EVയുടെ ഒരു മോട്ടോർ ബേ പറയുന്നത്. നമ്മൾ എൻജിൻ ബേ എന്നാണല്ലോ സാധാരണ പറയുക. ഇതൊരു മോട്ടോർ ബേ ആണ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മോട്ടറാണ്. ഇതിനിപ്പോൾ എന്തായാലും അടയ്ക്കാം. ഇതിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ടും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ
ഇതാണ് ഫാസ്റ്റ് ചാർജിങ്. ആക്ച്വലി ഇത് നോർമൽ ചാർജ്. നമ്മളിതിൻ്റെ ഒരു ചാർജിങ് കേബിൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കൊന്ന് കയറാം. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. ആദ്യം എനിക്ക് കയറാൻ ബാക്കിലേക്ക് ഇടണം ഫുള്ളായിട്ട്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ബാക്കിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറിയിരുന്ന് നോക്കാം. ഫ്രണ്ടിലെ ഡോർ പാഡും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിമൊക്കെ തന്നെയാണ്. പവർ വിൻഡോ കൺട്രോൾ, ഡോർ ലോക്ക്, അൺലോക്ക്. ഇവിടെയാണ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നെക്സോൺ EVയുടെ ഒരു സ്റ്റിയറിംഗ് വീലും ഒക്കെ നെക്സോൺ ആയിട്ട് വളരെ സെയിം തന്നെയാണ്. ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇതിനും വന്നിട്ടില്ല. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഈ ചുറ്റുഭാഗത്തൊക്കെയാണ് ഒരു ബ്ലൂ എലമെൻറ്റ്. പിന്നെ AC വെൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ സെൻട്രൽ AC വെൻറ്റിൻ്റെ ഇവിടെ അങ്ങനെയുള്ള ഒരു ബ്ലൂ എലമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നെക്സോൺ EV വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ അത്തരം ചില മാറ്റങ്ങളൊക്കെ ഉള്ളൂ, കാര്യമായുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് EV ആണ്. പിന്നെ ഹർമാൻ്റെ ഒരു 7-inch ഇൻഫോടൈൻ സിസ്റ്റവും ഇതും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും 7-inch ഒക്കെ തന്നെയാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ACയുടെ സ്വിച്ചും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. ലോക്കും ബൂട്ട് ഓപ്പൺ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ സെലക്ടർ ഒരു നോബാണ്. നമ്മൾ ലാൻഡ് റോവർ, റേഞ്ച് റോവർ മോഡലിലൊക്കെ കണ്ട പോലെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഇവിടെ ഒരു സെൻട്രൽ ആമർസ്റ്റ് വന്നിട്ടുണ്ട്. താഴെ അത്യാവശ്യം നല്ല പോലെയുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സോൺ EVയുടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 7-inch ആണ്. ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇത് പിന്നെ ടാറ്റയുടെ ആ ഒരു വാട്ട് 3 വേർഡ്സ് എന്നുള്ളൊരു സംഭവമാണ്. റേഡിയോ, USB, വോയിസ് കമാൻഡ്, ഓഡിയോ സെറ്റപ്പ്, ഫേവറേറ്റ്സ്, കോണ്ടാക്ട്സ്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ടാറ്റയുടെ തന്നെ Z കണക്റ്റ് ആപ്പ് പറഞ്ഞിട്ടൊരു കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ്, ഒരു 35ഓളം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടി എവിടെയാണ്, എത്ര റേഞ്ച് ഉണ്ട്, ലൈവ് ട്രാക്കിംഗ് പോലെ, ജിയോ ഫെൻസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആപ്പ് മുഖേന നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് AC-യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. മ്യൂസിക് എന്തായാലും അതൊന്നും വേണ്ട. ഇതിൽ സെറ്റിങ്സിൽ നമുക്ക് തീംസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ അല്ലേ, ഇത് നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് റെഡ് ഇടാം. അങ്ങനെ തീം മാറ്റുമ്പോൾ തീം ആക്ടിവേറ്റ് ആയി. പിന്നെ തീം നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കളറ് നമുക്ക് തിരഞ്ഞെടുക്കാം. മഞ്ഞ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതിൽ നമുക്ക് മാറ്റങ്ങളുണ്ട്. ഒരു സൺറൂഫ് ഉണ്ട്, ചെറുതാണെങ്കിലും നമുക്ക് ഒരു സൺറൂഫ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു മൈക്കാണ്. സൺവൈസർ, മിററും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മിററുണ്ട്. ഭാര്യയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാസഞ്ചറിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് മുഖം മിനുക്കാനൊക്കെ. ഇതാണ് നെക്സോൺ EVയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇത് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനർജി ഫ്ലോ ആണ്. നമ്മൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോഴും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴും റീജനറേറ്റീവായിട്ട് ഇതിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ലൈവായിട്ട് ഇതിൽ കാണാനും പറ്റും വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ അത് ബ്രൗസ് ചെയ്യണമെങ്കിൽ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ സെറ്റിങ്സിൽ ഇലുമിനേഷൻ, ക്ലോക്ക്, പിന്നെ സർവീസ് ഡ്യൂ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മുകളിൽ നമുക്കിതിൻ്റെ ഒരു ബാറ്ററി പെർസെൻറ്റേജ് കാണാം. ഏകദേശം അത് ഈ ഒരു ലൈറ്റ് കാരണം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. 55% ഉണ്ട്. 106 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-300, ഒരു 250 കിലോമീറ്റർ എന്തായാലും ഒരു മാന്യമായ രീതിയിൽ ഓടിച്ചാൽ നമുക്ക് റേഞ്ച് എന്തായാലും കിട്ടും. അതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ മര്യാദയ്ക്കൊക്കെ ഓടിക്കുക ഇത്തരത്തിലുള്ള വണ്ടിയുള്ളവർ. പിന്നെ ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് വന്നിട്ടുണ്ട്, വോയിസ് കമാൻഡ്. ഇത് പിന്നെ ഈ ഒരു ബട്ടൺസ് ഉപയോഗിച്ചാണ് നമ്മളത് ബ്രൗസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇവിടെ സീക്ക് ചെയ്യാനുള്ള ബട്ടൺസൊക്കെയാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണിത്.
നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു ചാർജിങ് സെറ്റപ്പാണ് നമുക്ക് നെക്സോൺ EV വാങ്ങുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ വണ്ടി വാങ്ങുന്നതോടുകൂടി ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് അവർ വണ്ടിയോടൊപ്പം തന്നെ തരുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും നെക്സോൺ EV ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. തുടക്കം തന്നെ ഡ്രൈവ് മോഡിലിട്ടെടുക്കാം. സ്പോർട്സ് മോഡായി. ഓക്കെ, വീണ്ടും ഡ്രൈവ് മോഡായി. ഇപ്പം ഞാൻ തുടങ്ങുമ്പോൾ ബാറ്ററി ഏകദേശം 62% ചാർജ് ഉണ്ട്. 145 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ച് തീരുമ്പോൾ എത്രയാവും, എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടാവും എന്നുള്ളതും ലാസ്റ്റ് വീഡിയോയുടെ അവസാനം പറയാം. ഇലക്ട്രിക് വണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. കാറാണ്, ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് കാർ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ആ ഒരു ഇമ്പ്രഷൻ വെച്ച് നോക്കണമെന്നത് ഇത് വളരെ സൈലൻ്റാണ്, ഒന്നും അറിയുന്ന തന്നെയില്ല. നമുക്ക് ടയർ നോയ്സ് ചെറുതായിട്ടൊന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് പിടിച്ചാണ്, കണ്ടില്ലേ എഫിഷ്യൻസി, അതിൻ്റെ സേഫ്റ്റി ലെവൽസൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്ക് പറയുന്നുണ്ടെങ്കിൽ, സാധാരണ എൻജിൻ സ്പെക്ക് എന്ന് പറയും, ഇതൊരു മോട്ടോർ സ്പെക്ക് എന്ന് പറയാം. ഇതിൻ്റെ ആ ഒരു സ്പെക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം 129 PS പവറും 245 Nm ടോർക്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ പെട്രോൾ ഡീസൽ കാറുകളൊക്കെ ഓടിച്ച് ശീലമുള്ളവർ കുഴപ്പമില്ല. ഒന്നും ഓടിക്കാതെ ഇലക്ട്രിക്കിലേക്കൊക്കെ ഇങ്ങോട്ട് കയറി കാല് കൊടുത്താൽ ഇതിൻ്റെ ഇനീഷ്യൽ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. കാല് കൊടുക്കുമ്പോൾ വലിച്ചങ്ങോട്ട് കയറുകയാണ്. ചിലപ്പോൾ ഒരു വീൽ സ്പിന്നൊക്കെ ഉണ്ടാവാം. ഇതിപ്പോൾ നോർമൽ ഡ്രൈവ് മോഡിലിട്ട് ഓടിക്കുന്നത് കൊണ്ടാണ് ഒരു ശാന്ത സ്വഭാവക്കാരനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടോർക്ക് ഇലക്ട്രിക് വണ്ടികൾക്ക് പൊതുവെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 30.2 kWh ബാറ്ററിയാണ്. ഏകദേശം കമ്പനി ARAI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 312 കിലോമീറ്ററാണ്. ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് മോശം രീതിയിൽ കിട്ടുന്നുണ്ട്. ആ മോശം രീതി കിട്ടാനുള്ള കാരണം അവർ ഒരു ഡ്രൈവിംഗ് ത്രില്ലിന് വേണ്ടി സ്പോർട്സ് മോഡൊക്കെ ഇട്ട് ഓടിക്കും. അപ്പോൾ അവർക്ക് തീരെ ഇല്ലാതെയാവും. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഓടിച്ച് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഇത് കിട്ടില്ല, നമുക്ക് മൈലേജ് ഇതിൽ വരില്ല. നല്ലപോലെ ഡൗൺ ആവും, ഡ്രോപ്പ് ആവും റേഞ്ച്. നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്താണ്, കാല് കൊടുക്കേണ്ടതേ ഉള്ളൂ, അങ്ങനെ വലിച്ചു കയറി പോവുകയാണ്. ഇതിൽ കമ്പനി വന്നിട്ടുള്ള വാറൻറ്റി എന്ന് പറയുന്നത് മോട്ടറിനും ബാറ്ററിക്കും കൂടി 8 വർഷവും 1.5 ലക്ഷം കിലോമീറ്ററാണ്. ഏതാണോ ഇതിൽ ആദ്യം വരുന്നത് എന്ന് വെച്ചാൽ 8 വർഷമാണെങ്കിൽ അത്ര, 1.5 ലക്ഷം കിലോമീറ്റർ ആണോ ഇതിൽ ആദ്യം വരുന്നത് വെച്ചാൽ അത്രയാണ് കമ്പനി തരുന്ന വാറൻറ്റി. വെഹിക്കിൾ വാറൻറ്റി എന്ന് വെച്ചാൽ 3 വർഷവും 1,25,000 കിലോമീറ്ററുമാണ്. ഇതും അതുപോലെ തന്നെയാണ്, ഏതാണോ ആദ്യം വരുന്നത് എന്നനുസരിച്ചാണ്. പ്രധാനമായിട്ട് ഇതിലൊരു 3 വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. XM, XZ പ്ലസ് ലക്ഷറി എന്നുള്ളൊരു 3 വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 വേരിയൻറ്റും കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഡാർക്ക് എഡിഷൻ്റെ വന്നുള്ളത് കൊണ്ടാണ്. ടോപ്പിലുള്ള XZും XZ പ്ലസിൻ്റെ ലക്ഷറി ഇതിലും ഡാർക്ക് മോഡൽ നമുക്ക് കിട്ടും, ഡാർക്ക് എഡിഷൻ കിട്ടും. അപ്പോൾ മൊത്തത്തിലൊരു 5 വേരിയൻ്റ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ ഗവൺമെൻറ് വാങ്ങാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ടാക്സ് ബെനിഫിറ്റ്സും നമുക്ക് റോഡ് ടാക്സിൻ്റെ കാര്യങ്ങളായാലും സബ്സിഡികളായാലും ഒരുപാടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉയർന്ന സ്റ്റാൻസാണ്. രാജ്യത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു ഇലക്ട്രിക് SUV ആണ് നെക്സോൺ EV. നമുക്ക് ഇതിനെ ഒന്ന് ഒരു സ്പോർട്സ് മോഡ് ഇട്ടൊന്ന് ഓടിച്ച് നോക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ABS, എയർ ബാഗ്, EBD, അങ്ങനെ ESP പോലെയുള്ള കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഹിൽ അസെൻറ്റ് കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹിൽ അസെൻറ്റ് എന്ന് പറയുമ്പോൾ കുന്ന് കയറുമ്പോഴുള്ളൊരു ഇറക്കത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ. ഹിൽ ഡിസെൻറ്റ് എന്ന് പറയുന്നത് ഇറങ്ങുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും, അങ്ങനെയുള്ള ഒഴിവാക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഒക്കെ നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിൻ്റെ ഒരു റേഞ്ച് കമ്പനി സർട്ടിഫൈ ചെയ്ത പോലെയുള്ള തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലിട്ട ഒരു ത്രില്ലിന് വേണ്ടി, ഇലക്ട്രിക് വണ്ടികൾ പൊതുവെ ത്രില്ലാണ്, അപ്പോൾ ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് വലിച്ച് ഓടിച്ചാൽ റേഞ്ച് കാര്യമായ രീതിയിൽ ഡ്രോപ്പ് ആവും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നോക്കാം, നല്ല മൈലേജ് കിട്ടും.
പിന്നെ ഈ വണ്ടി ആരൊക്കെ വാങ്ങണം എന്നുള്ളത് ചോദിച്ചാൽ ഡെയിലി ഒരു 50 to 100 150 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടുന്നവരാണെങ്കിൽ അവർക്ക് നല്ലതാണ്. ഒരു ഫ്രീഡം ഫ്രം ഫ്യൂവലാണിത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു കോൺസെപ്റ്റാണ്. നമുക്ക് പൈസ ഒരുപാട് ചിലവാകുന്നില്ല നമ്മുടെ ഫ്യൂവലിന് വേണ്ടിയിട്ട്. ഇത് ഏകദേശം 30.2 kWh ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 30 യൂണിറ്റ് വേണം ചാർജ് ആവാൻ. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 0 to 80% എന്ന് പറയുന്നത് 60 മിനിറ്റ് മതി വണ്ടി ചാർജ് ആവാൻ. സാധാ നോർമൽ നമ്മുടെ 15 ആംപിയറിൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ഫ്രിഡ്ജൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ഡെയിലി ചാർജ് ചെയ്ത് വണ്ടി ഓടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്പോർട്സ് മോഡിലൊന്ന് എടുക്കുകയാണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കിയുള്ള ആ ഒരു ബാറ്ററി പെർസെൻറ്റേജും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും എടുത്തു തുടങ്ങട്ടെ. ഒരു ഇനീഷ്യൽ പുള്ളിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഇനീഷ്യൽ പുള്ളി കേട്ടില്ലേ, അത് നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരും. ആ ഒരു എന്താ പറയുക, നമുക്ക് ഡീസലും പെട്രോളും ഒന്നും കിട്ടാത്തൊരു ഇനീഷ്യൽ ടോർക്കാണ് ഇതിൽ. ഇനിയിപ്പോൾ ഒരുപാട് ലക്ഷറി സെഡാൻ നമുക്ക് ഇലക്ട്രിക്കൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഔഡിയുടെ RS e-tronഉം GTയും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. ഇതിപ്പോൾ അഫോർഡബിൾ ആയിട്ട് സാധാരണക്കാരനും കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വണ്ടി. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിന് 30.2 kWh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അത് ചിലവർക്കെങ്കിലും തോന്നും ഇതൊക്കെ വള്ളത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവില്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് മൊബൈലിലും ഒക്കെ പറയുന്നത് പോലെ IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചില്ലറ കളിയൊന്നുമല്ല, എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഒരു വണ്ടി ഇറക്കുന്നത്. ഇപ്പോൾ നമ്മളെന്തായാലും കാല് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വലിച്ചു കയറുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുപാട് സ്പീഡൊന്നും എടുത്തിട്ടില്ല. 50 കിലോമീറ്ററൊക്കെ എത്തിയിട്ടുള്ളൂ. പക്ഷെ അത് കുറച്ച് കൂടുതലാണ് ഇങ്ങനത്തെ റോഡുകളിലൊക്കെ. ആ ഒരു നമ്മൾ 50 കിലോമീറ്റർ ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കൊക്കെ നമ്മൾ ഡൗൺ ആക്കി. അതിന് മുകളിലൊക്കെ കയറി പോകും. നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ റോഡിൻ്റെ കണ്ടീഷനും പിന്നെ ഒക്കെ കൂടി ഒന്ന് നോക്കണമല്ലോ. ഒരു റാഷ് ഡ്രൈവിങ്ങിനൊന്നും പറ്റിയ റോഡല്ല കേരളത്തിൽ പൊതുവേ ഉള്ളത്. പിന്നെ നമുക്ക് അത്തരത്തിൽ രീതിയിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ വേണം. ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഹൈവേയിലൊക്കെ പറ്റുള്ളൂ. പിന്നെ ഒന്നും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ വാളയാറ് കിടന്ന് കോയമ്പത്തൂർ ഹൈവേയിൽ കയറേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 57% ചാർജ് ഉണ്ട്. ഏകദേശം ഒരു 120 കിലോമീറ്ററോളം റേഞ്ചും കാണിക്കുന്നുണ്ട്. പലരും ഇതിൻ്റെ റേഞ്ചിനൊക്കെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഓടിച്ചത് കൊണ്ടായിരിക്കണം അത്തരം രീതിയിലൊക്കെ കുറയാനുള്ള കാരണം. അല്ലാതെ ഇപ്പോൾ ടാറ്റ സർട്ടിഫൈ ചെയ്ത മൈലേജ് അല്ല, ഒരു റേഞ്ച് അല്ല ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലുള്ള ARAI സർട്ടിഫൈ ചെയ്ത മൈലേജാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റേഞ്ചിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ടാറ്റയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ARAI ആണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇത് വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാൽക്കുലേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുക്കുമ്പോൾ 62 ആയിരുന്നു, ഇപ്പോൾ 57 ആയി. അപ്പോൾ വലുതായിട്ടും കിലോമീറ്റർ റേഞ്ചും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 120ഓളം കാണിക്കുന്നുണ്ട്, 119ഓളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുക്കുമ്പോൾ ഒരു 100 എത്രയാണ് പറഞ്ഞത് മറന്നുപോയി. അപ്പോൾ വലിയൊരു ഡ്രോപ്പൊന്നും അതിൽ വന്നിട്ടില്ല. നമ്മൾ മോഡും മാറ്റിയില്ലേ? പിന്നെ നമ്മൾ കുറച്ച് മോഡ് മാറ്റിയിട്ടൊക്കെ ഡ്രൈവ് ചെയ്തു. അതിൻ്റെ ഒരു ഡൗൺ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ കുറച്ച് ഡൗൺ ആയിട്ട് കുറച്ച് കിലോമീറ്റർ അതിലും പോകും. നല്ലോണം കാല് കൊടുത്തായിരുന്നു എടുത്തത്. ഇപ്പം തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴും ബ്രേക്ക് ചവിട്ടുമ്പോഴും ഒക്കെ ഇതിൻ്റെ ബാറ്ററി റീജനറേറ്റീവായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിച്ചോടിക്കുകയും ചെയ്യാം, നല്ല രീതിയിൽ ഓടിച്ച് ഇതിന് റേഞ്ച് കൂട്ടുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ
2020 ഗ്രീൻ കാർ ഓഫ് ദി ഇയർ ഐക്കോട്ടി ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ കിട്ടിയൊരു വാഹനം കൂടിയാണ് നെക്സോൺ EV. നമുക്ക് നെക്സോൺ EV ഇറങ്ങിയിട്ട് കുറച്ച് കാലമൊക്കെ ആയെങ്കിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട് വണ്ടി അവൈലബിലിറ്റിയുടെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി അവൈലബിൾ ആയി തുടങ്ങിയതോടുകൂടിയാണ് നമുക്ക് വീഡിയോ എന്തായാലും ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ ടിഗോർ EVയുടെ കൂടി വരാനുണ്ട്. വണ്ടി നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ടിഗോർ EVയുടെയും പഞ്ചിൻ്റെയും ഒക്കെ വീഡിയോ വൈകാതെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇന്ന് എടുക്കാൻ സഹായിച്ചത് നമ്മുടെ പാലക്കാടിലെ ഏക ഡീലറായിട്ടുള്ള ടാറ്റയുടെ ഏക ഡീലറായിട്ടുള്ള KVR ആണ്. ഏറ്റവും വലിയ താങ്ക്സ് KVR എന്ന് പറയുന്നു വണ്ടി തന്ന് ഷൂട്ട് ചെയ്യാൻ സഹായിച്ചതിൽ. അപ്പോൾ നിങ്ങൾക്ക് നെക്സോണിൻ്റെ EV ആണെങ്കിലും ടാറ്റയുടെ ഏത് വണ്ടിയാണെങ്കിലും ഒരു എൻക്വയറിക്ക് താഴെ ഒരു നമ്പർ കൊടുക്കാം. ആ ഒരു നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റയുടെ എല്ലാവിധ സർവീസും ലഭ്യമാണ്. പുതിയ വണ്ടികളുടെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ ഒരു നമ്പർ കൊടുക്കാം, അതിലൊന്ന് വിളിച്ചു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു നോക്കുക. ഒരുപാട് ആൾക്കാരിപ്പോൾ നെക്സോൺ EV എടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ട് 10,000 യൂണിറ്റ് ഇലക്ട്രിക് വണ്ടി ടാറ്റ വിറ്റിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ നാഴികക്കല്ല് ടാറ്റ തൊടുകയാണ്. കുറച്ച് മുമ്പാണ് നെക്സോൺ അൾട്രോസ് 100,000 യൂണിറ്റ് വിറ്റ് തീർത്തത്. അങ്ങനെ ഈ വർഷം ടാറ്റയ്ക്ക് വലിയൊരു വസന്തകാലമാണ്. ഇനി പുതിയ ലോഞ്ചുകൾ വരാനിരിക്കുന്നു, പുതിയ EVകൾ വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇന്ന് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ബൈ.